മുൻ നിയമമന്ത്രി ശ്രീ എ കെ ബാലൻ ടെലിഫോണിൽ. ശ്രീ എ കെ ബാലൻ, വൈസ് ചാൻസലറുടെ തുറന്ന കത്തിലെ വിവരങ്ങളെല്ലാം താങ്കൾ വായിച്ചിരിക്കും. ഇപ്പോൾ രാവിലെ അദ്ദേഹം തുറന്നടിച്ച് പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു. രാഷ്ട്രീയ നിയമനങ്ങളാണ് എല്ലാ സർവകലാശാലകളും നടക്കുന്നത്, ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള നിയമനം. അങ്ങനെയെങ്കിൽ ഞാൻ വൈസ് ചാൻസലർ പദവിയിൽ എന്തിനിരിക്കണം, അതെടുത്തോളൂ, തിരിച്ചെടുത്തോളൂ എന്നുള്ള ആ പ്രതികരണത്തിന് എന്താണ് മറുപടി? ഇതില് ഗവൺമെന്റും ഗവർണറും തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകില്ല. മാത്രമല്ല, ഗവൺമെന്റിനോട് നല്ല സമീപനമാണ് എപ്പോഴും ഗവർണർ സ്വീകരിച്ചിട്ടുള്ളത്. അതേ അവസരത്തിൽ ഗവർണറുടെ സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായങ്ങൾ പലപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട്. കഴിഞ്ഞ ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ 2 വർഷത്തിന്റെ മുകളിൽ ഗവൺമെന്റുമായി അഭിപ്രായ വ്യത്യാസം അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാനും അതുപോലെ തന്നെ അന്നത്തെ കൃഷിവകുപ്പ് മന്ത്രി സുനിൽകുമാറും അദ്ദേഹത്തെ നേരിൽ പോയി കണ്ട് രാജ്ഭവനിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഗവർണറെ കണ്ട് ഗവർണറുടെ ആശങ്ക മാറ്റുന്നതിനുള്ള എല്ലാ നടപടികളും അന്ന് ഞങ്ങൾ സ്വീകരിച്ചു. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങളെല്ലാം നല്ല വിശ്വാസത്തിൽ തന്നെ ഗവർണർ സ്വീകരിച്ചു. അതിന്റെ ഭാഗമായി എല്ലാ പ്രശ്നങ്ങളും അന്ന് പരിഹരിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ പ്രതിപക്ഷം ബഹുമാനപ്പെട്ട ഗവർണറെ ഫ്ലോറിൽ വെച്ച് തടഞ്ഞ സമയത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭരണകക്ഷി ശക്തമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ശ്രീ എ കെ ബാലൻ, നേരത്തെ ഉണ്ടായിരുന്ന ബന്ധം അത് ശക്തമായിരുന്നു എന്നുള്ള കാര്യം താങ്കൾ സൂചിപ്പിക്കുന്നു. പക്ഷേ നേരത്തെ ഒരു പ്രശ്നം പരിഹരിച്ച കാര്യം സൂചിപ്പിക്കുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള പ്രശ്നമാണല്ലോ. ഇടയ്ക്കാരി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വർത്താനം പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും വരാത്തത്. അപ്പോൾ ഒരു രൂപത്തിലും ഗവർണറുടെ ഡിഗ്നിറ്റിയെയോ ഡെക്കോറത്തെയോ ഹനിക്കുന്ന രൂപത്തിലുള്ള ഒരു നടപടിയും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവർണർക്ക് ഉണ്ടായ ആശങ്ക പരിഹരിക്കുന്നതിനുള്ള ഫലപ്രദവും ശക്തവുമായിട്ടുള്ള നടപടി ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകും. അതിനുള്ള സംവിധാനങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ട് ഉറപ്പുവരുത്തുകയും ചെയ്യും. എനിക്ക് ചോദിച്ചോളൂ, അതെങ്ങനെയാണെന്നൊന്ന് വിശദീകരിക്കാമോ ശ്രീ എ കെ ബാലൻ? കാരണം ഈ കണ്ണൂർ സർവകലാശാല, ഞാൻ ചോദിച്ചോട്ടെ, എന്റെ ചോദ്യം ഒന്ന് പൂർത്തിയായിക്കോട്ടെ. എനിക്കിപ്പോ പറ്റില്ല. എന്റെ ചോദ്യം ഒന്ന് പൂർത്തിയായിക്കോട്ടെ. കണ്ണൂർ വി സി നിയമനത്തിൽ ഗവർണറും അതുപോലെ തന്നെ ഗവൺമെന്റും തമ്മിലുള്ള ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടാകില്ല, ഒരസംതൃപ്തിയും ഗവർണർക്ക് ഉണ്ടാകില്ല. അത് പരിഹരിക്കുന്നതിനുള്ള നിലപാട് ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാവും. ശ്രീ എ കെ ബാലൻ, ഞാനൊന്ന് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചോട്ടെ. കണ്ണൂർ വി സി നിയമനത്തിൽ നീതിബോധം വിട്ട് പ്രവർത്തിക്കേണ്ടി വന്നു, അതിൽ അസ്വസ്ഥനാണെന്ന് അദ്ദേഹം പറയുകയാണ്. കേരള സർവകലാശാലയുടെ കാര്യത്തിൽ, സംസ്കൃത സർവകലാശാലയുടെ കാര്യത്തിലൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ചില കാര്യങ്ങൾ. പറയുന്നതിന് യാതൊരു തടസ്സവുമില്ല. അതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ നിലപാട് ബഹുമാനപ്പെട്ട ഗവർണറെ ബോധ്യപ്പെടുത്തും. അതിന്റെ ഭാഗമായി നല്ല അന്തരീക്ഷത്തിൽ തന്നെ പോകും. മുമ്പും ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നേ, അതെല്ലാം പരിഹരിച്ചിട്ടില്ലേ? ഇതിനേക്കാളും രൂക്ഷമായിട്ടുള്ള പ്രശ്നം ഗവർണറും ഗവൺമെന്റും തമ്മിൽ അഭിപ്രായ വ്യത്യാസം വ്യക്തിപരമായിട്ടുള്ളതല്ല. അദ്ദേഹത്തിന്റെ ആയിട്ടുള്ള ചില അഭിപ്രായങ്ങളുണ്ട്. അത് അദ്ദേഹം ഭരണഘടനാപരമായി അതുപോലെ തന്നെ നിയമസഭാ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ആ കാര്യങ്ങളിലെല്ലാം ഞങ്ങളത് പരിഹരിച്ചതല്ലേ. അതേപോലെ തന്നെ ഈ പ്രശ്നവും പരിഹരിക്കും. ഏതെങ്കിലും രൂപത്തിലുള്ള മാനസികമായിട്ടുള്ള ഒരു വിഷമതി ബഹുമാനപ്പെട്ട ഗവർണർക്ക് ഉണ്ടാകില്ല ഇക്കാര്യത്തിൽ. അപ്പോൾ ഈ രാഷ്ട്രീയ നിയമനങ്ങൾ പിൻവലിക്കുമോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, അതൊന്നും ഇപ്പം അത് ഇതുമായിട്ടൊന്നും ഒരു പ്രശ്നവുമില്ല. ഗവർണർക്ക് ഉണ്ടാകുന്ന അപ്രിഹെൻഷൻസ് എന്താണോ അത് പരിഹരിക്കുന്നതിനുള്ള നടപടി ഉണ്ടാവും. ഗവർണർ ചോദിക്കുന്നത്, ഗവർണർ ഓരോ നിയമനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചോദിക്കുന്നു സർക്കാരിനോട്, മറുപടി നൽകുന്നില്ല, അപമാനിതനാവുകയാണ്. അല്ല, ഞാൻ പറഞ്ഞു 2 പ്രാവശ്യം പറഞ്ഞു, ഗവർണർക്ക് ഉണ്ടാകുന്ന അപ്രിഹെൻഷൻ നല്ല വിശ്വാസത്തിൽ പരിഹരിക്കുന്നതിനുള്ള ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകും. മാത്രമല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഗവർണറും തമ്മിൽ നല്ല ബന്ധമാണ്, ഗവൺമെന്റും തമ്മിൽ നല്ല ബന്ധമാണ്. ബഹുമാനപ്പെട്ട ഗവർണർ എവിടെ പോയി കഴിഞ്ഞാലും കേരളത്തെ സംബന്ധിച്ച് നല്ല വാക്കുകളെ പറയാറുള്ളൂ. അത് തന്നെയാണ് അദ്ദേഹം തുടരുന്ന ശീലം. അതിനെ അലങ്കോലപ്പെടുത്താൻ നിങ്ങൾ ആര് വിചാരിച്ചാലും നടക്കുകയില്ല. നമ്മൾ വിചാരിച്ചതല്ലോ, ഗവർണർ തുറന്നു പറഞ്ഞ കാര്യത്തിലല്ലേ താങ്കളോട് അഭിപ്രായം തുറന്നു പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമില്ല ഗവർണർ എന്നുള്ളതാണ്. ശ്രീ കെ ബാലൻ, ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ഒരു സാഹചര്യം കേരളത്തിലില്ല എന്ന് ഒരു ഗവർണർ പറയുകയാണ്, അതിനെന്താണ് മറുപടി? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് ഗവർണറെ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിന്റെ അകത്ത് ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാവും. രാഷ്ട്രീയ നിയമനങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുന്നുണ്ടോ?
നിങ്ങൾ എന്റെ വായിൻ്റെ അത് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ആൻസർ കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കൂല. അതിന് വേറെ ആളെ നോക്കണം. ശരി. ഏറ്റവും ഗുരുതരമായ ആരോപണം അതാണ്, അതിന് മറുപടിയില്ല. അല്ല, അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഫലപ്രദമായി മറുപടി കൊടുക്കും. ബഹുമാനപ്പെട്ട ഗവർണറെ ബോധ്യപ്പെടുത്തും. അദ്ദേഹത്തിന്റെ വിശ്വാസ്യത നേടും. അങ്ങനെ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഒരു ഏറ്റുമുട്ടലും ഉണ്ടാകില്ല. ശരി. വളരെ നന്ദി ശ്രീ എ കെ ബാലൻ. എല്ലാം പരിഹരിക്കും എന്നതിനപ്പുറം കൃത്യമായ ആരോപണങ്ങൾക്കുള്ള ഒരു മറുപടിയായി അദ്ദേഹത്തിന് പറയാൻ സാധിക്കുന്നില്ല. സ്വാഭാവികമായത് സർക്കാർ എടുക്കേണ്ട തീരുമാനമാണ്.